ഓരോ ഇൻഡോർ പ്ലാന്റും നേച്ചറിൻ്റെ ഗിഫ്റ്റാണ്. അപ്പോൾ വീടിനുള്ളിൽ വളർത്തുന്നത് റൂമിൻ്റെ ഭംഗി വളരെയധികം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ അവ എയർ പ്യൂരിഫൈ ചെയ്യുന്നു, ഗുഡ് ലക്ക്, അതുപോലെ ഹെൽത്ത് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ പല ഗുണങ്ങളാണ് ഇവയ്ക്കുള്ളത്. നമ്മുടെ വീടിനുള്ളിൽ വളരെ ഭംഗിയായിട്ട് ട്രീ പോലെ വളർത്താവുന്ന 10 മനോഹരമായ ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ പ്ലാന്റാണ് അംബർല ട്രീ. ആവശ്യത്തിന് ലൈറ്റ് കിട്ടുകയാണെങ്കിൽ 8 ഫീറ്റ് വരെ ഉയരത്തിൽ വളർത്താവുന്ന ചെടിയാണ് അംബർല ട്രീ. ഈ ചെടിയിൽ സാധാരണയായി ഇതിൻ്റെ ഇലകൾ പൊഴിയുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ വേരുകൾ ചീയുന്നതുമായി കാണാറുണ്ട്. ഓവർ വാട്ടറിംഗ് ആണ് ഇതിന് കാരണം. വീടിനുള്ളിൽ ഒരു വനത്തിൻ്റെ ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റിയ ചെടിയാണ് ഡംകെയിൻ. 5 അടിയോളം ഉയരത്തിൽ വളരാൻ പറ്റുന്ന ഈ ചെടി ഇതിൻ്റെ തണ്ടിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഡംകെയിൻ ടോക്സിക് ആണ്. അതുകൊണ്ട് കുട്ടികളിൽ നിന്നും പെറ്റ്സിൽ നിന്നും മാറ്റിവെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല ഉയരത്തിൽ വളരുന്ന ഈസി ആയിട്ട് വളർത്താവുന്ന ഇൻഡോർ പ്ലാന്റാണ് റബ്ബർ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ ഗ്ലോസി ആയിട്ടുള്ള ഇലകൾ ഇൻഡോർസിന് ഭംഗി കൂട്ടുന്നു. ഈ പ്ലാന്റ് നടുമ്പോൾ കുറച്ച് വലിയ പോട്ടിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണേ. അഞ്ചടിയോളം ഉയരത്തിൽ വളർത്താവുന്ന ചൈന ഡോൾ പ്ലാന്റ് ഇൻഡോർസിന് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് സെലക്ഷനാണ്. ഈ പ്ലാന്റ് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റും. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പ്ലാന്റാണ് ചൈന ഡോൾ. അതുകൊണ്ട് അണ്ടർ വാട്ടറിങ്ങോ ഓവർ വാട്ടറിങ്ങോ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ പൊഴിയാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഡോറിൽ വെച്ചാൽ വളരെ മനോഹരമായി കാണപ്പെടുന്ന പ്ലാന്റാണ് പാം ട്രീസ്. പാം ട്രീക്ക് ലോ ലൈറ്റും അണ്ടർ വാട്ടറിങ്ങും അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. കുട്ടികൾക്കും പെറ്റ്സിനും സേഫ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് ഇത് ഇൻഡോറിന് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് പ്ലാന്റാണ്. അരേക്ക പാം ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞാൽ ആ റൂമിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോവും. അത്ര മനോഹരമായ ഈസി ആയിട്ട് കെയർ ചെയ്യാവുന്ന പ്ലാന്റാണ് അരേക്ക പാം. വൈഡ് ആൻഡ് ടെക്സ്ചേർഡ് ആയിട്ടുള്ള വളരെ മനോഹരമായ ഇലകളാണ് ഈ പ്ലാന്റിനുള്ളത്. ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റിൽ ഈ പ്ലാന്റിനെ ഇൻഡോർസിൽ വളർത്താൻ കഴിയും. വിൻഡോ ഫേസിങ് ഈസ്റ്റ് ആണ് ഈ പ്ലാന്റിൻ്റെ ഐഡിയൽ ലൊക്കേഷൻ. ടോപ്പ് സോയിൽ ഉണങ്ങിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ലോ മെയിൻ്റനൻസ് കാരണം ബിഗിനേഴ്സിന് പറ്റിയ നല്ലൊരു ചോയ്സാണ് മാസ്കൈൻ പ്ലാന്റ്. നമ്മൾ ഒരാഴ്ച വെള്ളം ഒഴിക്കാതിരുന്നാൽ പോലും ഈ പ്ലാന്റ് നശിച്ചു പോവുകയില്ല. അധികം മെയിൻ്റനൻസ് ഇല്ലാത്ത ഈ പ്ലാന്റ് ബിഗിനേഴ്സ് എല്ലാവരും വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. നീളമുള്ള സ്ട്രാപ്പി ഇലകളുള്ള ഡ്രാഗൺ പ്ലാന്റ് ഇൻഡോറിൽ വളർത്താൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ബ്ലൂ, ഗ്രീൻ, ഗോൾഡ്, ബർഗൻഡി തുടങ്ങി പല കളറിൽ ഈ പ്ലാന്റ് കാണപ്പെടുന്നു. ഈ പ്ലാന്റിന് മോഡറേറ്റ് ലൈറ്റും മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലുമാണ് ആവശ്യം. ഐലൻഡ് പൈൻ ക്രിസ്മസ് ട്രീ എന്നാണ് സാധാരണയായിട്ട് അറിയപ്പെടുന്നത്. ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റാണ് ഈ പ്ലാന്റിന് ആവശ്യം. മണ്ണ് സ്ലൈറ്റ്ലി മോയിസ്റ്റ് ആയിരിക്കണം, ഡ്രൈ ആകാനായിട്ട് അനുവദിക്കരുത്. മണ്ണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ചസ് താഴെ നിന്നും ഡ്രോപ്പ് ചെയ്യും. അത് പിന്നീട് വളർന്നു വരികയില്ല. അതുകൊണ്ട് ഇതിൻ്റെ മണ്ണ് ഒത്തിരി ഡ്രൈ ആകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഡോർ പ്ലാന്റായിട്ട് ഡാർക്ക് സ്പോട്ടിലും വളർത്താൻ പറ്റിയ പ്ലാന്റാണ് പീസ് ലില്ലി. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പീസ് ലില്ലിയുടെ ഇലകൾ കരിഞ്ഞു പോകും. ഇൻഡോറിൽ വളരാൻ ഇഷ്ടപ്പെടുന്ന പീസ് ലില്ലിക്ക് അടുത്ത വിൻഡോയിൽ നിന്നുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് മതിയാകും. വാസ്തുപ്രകാരം പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന പീസ് ലില്ലി ഇൻഡോറിന് പറ്റിയ ഈസി കെയർ പ്ലാന്റാണ്.
നമ്മുടെ വീട്ടിൽ വനത്തിൻ്റെ ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റിയ 10 ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്